ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം പുനലൂർ. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൗണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475228650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പുനലൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ മെല്ലെപ്പോക്കിനെതിരെ സമരം ശക്തമാക്കി കോൺഗ്രസ്. സ്ഥലം MLA കൂടിയായ മന്ത്രി അഡ്വക്കേറ്റ് K. രാജുവിനെതിരെ രൂക്ഷ വിമർശനം. കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും നടത്തി. ചെറുകിട വ്യവസായ സംരംഭകർക്ക് മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ പലിശരഹിത വായ്പ നൽകുമെന്ന് കോർപ്പറേഷൻ ചെയർമാൻ R. ബാലകൃഷ്ണപിള്ള. പണം ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയുടെയും പഠനം മുടങ്ങാൻ പാടില്ലെന്നും പിള്ള. ശോച്യാവസ്ഥയിൽ പത്തനാപുരം പോലീസ് ക്വാർട്ടേഴ്സുകൾ. പരിസരം പാമ്പ് വളർത്തൽ കേന്ദ്രമാകുന്നു. ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾ ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ. വാർത്തകൾ വിശദമായി. പുനലൂരിലെ റെയിൽവേ അടിപ്പാത ഗതാഗത യോഗ്യമാക്കാത്തതിനെതിരെ സ്ഥലം MLA കൂടിയായ രാജുവിനും ജില്ലാ കളക്ടർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. അടിപ്പാതയുടെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനെതിരെ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ വിഷയം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രതിഷേധ ധർണയും നടത്തി. പുനലൂരിലെ റെയിൽവേ അടിപ്പാത തുറക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത അധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. പുനലൂർ മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടിയുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. KPCC ഉപാധ്യക്ഷൻ ഭാരതീപുരം ശശി ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ ഭൂമി ഏറ്റെടുക്കുകയും അവർക്ക് കൊടുക്കേണ്ട വസ്തു ഉടമകൾക്ക് കൊടുക്കേണ്ട വില സംബന്ധിച്ച് അവർ കോടതിയിൽ പോയോ എങ്ങനെയെങ്കിലും നീതി തേടി പരമാവധി വില കിട്ടാൻ അതിൻ്റെ വസ്തു ഉടമസ്ഥർ ശ്രമിക്കട്ടെ, അവർ വാങ്ങിക്കൊള്ളട്ടെ. പക്ഷേ അടിയന്തരമായി പൊതുജനങ്ങൾക്ക് ഈ സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനുണ്ട്. ഈ അടിപ്പാത സംബന്ധിച്ച തീരുമാനം ഗവൺമെൻറ് റദ്ദ് ചെയ്യുകയും ഇവിടെ ഓവർബ്രിഡ്ജ് പണിയുകയും ചെയ്താൽ അതിന് പകരമായി ഒരു ഓവർബ്രിഡ്ജ് പണിയുക. ഓവർബ്രിഡ്ജ് പണിച്ചാൽ ഈ ചൗക്ക മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് അപ്പുറം വരെ ഇത് നീളും. കാരണം ഇത് ഒരു 10, 30, 40 അടി ഉയരത്തിലാണ് ഈ ഓവർബ്രിഡ്ജ് വരുന്നത്. അതിന് അനുയോജ്യമായ രീതിയിൽ ഈ യോഗം നടക്കുന്ന സ്ഥലം ഉൾപ്പെടെ വളരെ വിദൂരമായി ഈ റോഡ് പോകേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് വശത്തുമുള്ള കടകമ്പോളങ്ങൾ ഈ ഓവർബ്രിഡ്ജിനും റോഡിനും അടിക്കാവും.
അത് വളരെ അസൗകര്യമായിരിക്കും. ഈ മാർക്കറ്റ് ജംഗ്ഷനാണിത്. ഇവിടെ കടകമ്പോൾ ധാരാളമുണ്ട്. അങ്ങനെ ഒരു സംവിധാനം, ഒരു ഓവർബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗമായ ഈ രാമവർമ്മപുരം മാർക്കറ്റിലേക്കുള്ള പ്രവേശന കവാടം ഉൾപ്പെടെ ഇതിൻ്റെ ഓവർബ്രിഡ്ജിൻ്റെ അടിക്കാവും. അതുകൊണ്ട് രണ്ട് കൂട്ടരും ഈ കാര്യത്തിൽ ക്രിയാത്മകമായ ഒരു സമീപനം സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം പുനലൂർ മധു, എസ് താജുദ്ദീൻ, കരിക്കത്തിൽ പ്രസന്നൻ, സഞ്ജു ബുഖാരി, AA ബഷീർ, അബ്ദുൾ റഹീം തുടങ്ങിയവർ സംസാരിച്ചു. പൂർത്തീകരണത്തോടടുക്കുന്ന കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിൽ കൊല്ലം ഇടമൺ സെക്ടറിൽ ട്രെയിൻ ഓടിത്തുടങ്ങിയതോടെ പുനലൂർ പട്ടണത്തിൽ നിലവിലുള്ള റെയിൽവേ ക്രോസ് അടച്ചിടുന്നതിനാൽ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പലപ്പോഴും രൂക്ഷമാണ്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് റെയിൽവേ പൂർത്തീകരിച്ചിട്ടിരിക്കുന്ന അടിപ്പാത ഗതാഗതയോഗ്യം ആക്കാത്തതിലാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അടിപ്പാത വന്നുചേരുന്ന പ്രധാന റോഡുകളിലേക്കുള്ള കവാടത്തിൽ തടസ്സമായി നിൽക്കുന്ന 3-4 കടമുറികളും സ്ഥലവും ഏറ്റെടുത്ത് അടിപ്പാത തുറന്നാൽ ഈ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാകും. ഇതിന് നടപടികൾ സ്വീകരിക്കാനായി സ്ഥലം MLA കൂടിയായ മന്ത്രി K രാജു മാസങ്ങളായി അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഇതിനായി 3.5 കോടി രൂപയിലേറെ അനുവദിച്ചതായി കാട്ടി മന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡുകളും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ഇവിടെ സ്ഥാപിച്ചിരുന്നു. ഏറ്റെടുക്കേണ്ട വസ്തുവിൽ ചിലത് മന്ത്രിയുടെ ബന്ധുക്കളുടേതാണെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഒരു കാര്യങ്ങളിലും സമയബന്ധിതമായി തീരുമാനമെടുക്കാത്ത കൊല്ലം ജില്ലാ കളക്ടറും കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന നിലപാടിലാണത്രേ. മന്ത്രി കൂടിയായ സ്ഥലം MLA അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ലൈവ് വാർത്ത പുനലൂർ. ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലേക്ക് വേഗത്തിലെത്താൻ കഴിയുന്ന പാതയിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ദുരിതമാകുന്നു. അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും റോഡിലെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇടമൺ 8-ാം വാർഡിലൂടെ സഞ്ചരിച്ചാൽ കാണാവുന്ന തോടല്ല, റോഡാണിത്. ഇടമൺ സത്രമുക്കിൽ നിന്ന് ചിറ്റാലംകോട് കോളനി, തോണിച്ചാൽ, ആയിരവല്ലി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് വേഗത്തിലെത്താൻ കഴിയുന്ന വഴി. പക്ഷേ ഇന്ന് ഈ വഴി കൊണ്ട് ആർക്കും യാതൊരു പ്രയോജനവുമില്ലാതെ മാറിയിരിക്കുകയാണ്. റോഡിലെ ഈ വെള്ളക്കെട്ട് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഏതാണ്ട് 1.5 വർഷമായിട്ടും ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ അധികൃതർക്ക് ആയിട്ടില്ല. ഈ ആവശ്യമുന്നയിച്ച് ഇവിടുത്തുകാർ ചവിട്ടാത്ത ഉദ്യോഗസ്ഥരുടെ പടികളുമില്ല. വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും വാർഡ് മെമ്പറോടുമെല്ലാം നാട്ടുകാർ ഈ ദുരിതം പലതവണ അറിയിച്ചതുമാണ്. പ്രശ്നം പരിഹരിക്കാൻ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ക്വാറി വേസ്റ്റ് കൊണ്ടിട്ടെങ്കിലും ഇത് ഇരട്ടി ദുരിതമായി മാറി. ഒരു ഭാഗത്തെ പ്രശ്നം പരിഹരിച്ചതോടെ മറ്റൊരിടത്ത് ദുരിതം ഇരട്ടിയായി. വെള്ളം കടന്നുപോകുന്നതിനുള്ള ഓടയുണ്ടെങ്കിലും സ്വകാര്യ വ്യക്തി ഇത് കൈയടക്കി നടപ്പാതയാക്കി മാറ്റിയിരിക്കുകയാണത്രേ. ഇത് തിരിച്ചുപിടിച്ച് ഓട വെട്ടിയാൽ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് സൈഡിൽ മണ്ണ് കൊണ്ടിട്ട് പൊക്കിക്കൊണ്ട് എൻ്റെ വീടിൻ്റെ മുൻവശത്ത് മൊത്തം ചള്ള കെട്ടിക്കിടക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 3 മാസം കൊണ്ട് പനിയായിട്ട് ഞാൻ ആശുപത്രി തോറും കയറി ഇറങ്ങി നടക്കുക. പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് കാണിച്ചിട്ട് അതിന് പരിഹാരമില്ല. വില്ലേജിൽ പോയി പറഞ്ഞിട്ട് അതിന് പരിഹാരമില്ല. ഞാനിവരെ എല്ലാം കൊണ്ടുവന്നിട്ട് ഇവർ യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു ഓട തന്നെ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അതിലെ വഴി അങ്ങ് കണ്ടെത്തി ചാടുന്ന ഓടയാണ്. ഈ ഓട എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാർ അത് വെട്ടിമുട്ടിച്ച് റോഡാക്കിയിട്ട് അവരോട് പറഞ്ഞിട്ട് അവരനുസരിക്കുന്നില്ല. എൻ്റെ വീട്ടിനകത്ത് വെള്ളം കൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ വാറ കൊണ്ടും ഒക്കെ വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവിടെ നിന്ന് എന്ത് വന്നു വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടാണ് ഞാനൊരു കാണുക ഇവിടെ തന്നിട്ടുള്ളത്. എനിക്ക് ഭർത്താവില്ല, എൻ്റെ 2 ചെറുക്കന്മാരും ഞാനും കൂടെ അവിടെ ജീവിക്കുന്നു. ഏറ്റവും എളുപ്പം പോകാനുള്ളൊരു റോഡാണിത്. പിന്നെ വെള്ളിമല ഇടമൺ സ്ഥലത്തും പോകാനുള്ള എളുപ്പം റോഡാണ്. ഈ റോഡ് 1-2 കൊല്ലമായിട്ട് ഇവിടെ തന്നെ കിടക്കുവാണ്. നമ്മൾ പഞ്ചായത്തിനെയും നമ്മുടെ മെമ്പറായ പിന്നെ വാർഡ് മെമ്പറെയും നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാണ്. പക്ഷേ യാതൊരു റെസ്പോൺസ് ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഇവർ വന്നൊന്ന് നോക്കുന്നത് പോലുമില്ല. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സൈഡിൽ കൂടെ തന്നാണ് ഇതിൻ്റെ ഓട അവരത് അടച്ചു വെച്ചേക്കുക. വെള്ളക്കെട്ട് ഇവിടെ പതിവായതോടെ പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുകയാണ്. ഈ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇനിയും അധികാരികൾ അമാന്തം കാട്ടിയാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ലൈവ് വാർത്ത തെന്മല. അറിവിന്റെ മഹത്വം മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ പറഞ്ഞു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിൽ അക്ഷരമുറ്റം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനയിലൂടെ മാത്രമേ ലോകവിവരം ആർജിക്കാൻ കഴിയുകയുള്ളൂവെന്നും അതിന് പത്രവായനയും പുസ്തക വായനയും അനിവാര്യമാണെന്നും KN ബാലഗോപാൽ പറഞ്ഞു. പലതരം വാർത്തകൾ നമ്മുടെ നാട്ടിൽ വരും. അതിനെയൊക്കെ മനസ്സിലാക്കാനുള്ളൊരു വിശേഷ ബുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പത്രപാരായണത്തിൽ കൂടെയും വായനയിൽ കൂടിയും നമുക്ക് കിട്ടേണ്ട കാര്യം. ഇപ്പൊ തന്നെ നമ്മൾ അസംബ്ലി ചേരുമ്പോൾ, സ്കൂളിലെ അസംബ്ലി ചേരുമ്പോൾ സാധാരണ പലപ്പോഴും പണ്ട് മുതലേ ചില കുട്ടികൾക്ക് തലകറക്കം ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. നമ്മുടെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഏത് അസംബ്ലിയിലും
പനിയുടെ തന്നെ ഉള്ളിൽ കിടക്കുന്ന പനി കൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടാവുന്ന തരത്തിലേക്ക് വരും. പനി എന്തുകൊണ്ട് വരുന്നു? വാർത്തകൾ ഒത്തിരി ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പണ്ടില്ലാത്ത തരത്തിലുള്ള പല രോഗാണുക്കളെയും പരത്തുന്ന കൊതുകുകൾ വരുന്നു. അത് പരിസ്ഥിതി ഒരു കാരണമാണ്, നമ്മുടെ മാലിന്യങ്ങൾ കാരണമാണ്. ആ പത്രം വായിച്ചാൽ ഈ മാലിന്യത്തെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പോകുന്ന വഴിക്ക് പത്രം കൂടെ ചുരുട്ടി 2 പഴത്തൊലിയും കൂടെ 2 പ്ലാസ്റ്റിക് കൂടെ സൈഡിലോട്ട് എറിഞ്ഞിട്ട് പോകാനല്ല, മാലിന്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു വിശേഷ ബുദ്ധി നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് വായനയിൽ കൂടി ഉണ്ടാവേണ്ടത്. ദേശാഭിമാനി പത്രം ഉൾപ്പെടെ നിരവധി പത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും കൂടുതൽ പത്രങ്ങളും ടെലിവിഷനും ഉള്ള നാടാണ് കേരളം. ഏത് കാര്യത്തിനും വിവിധ വാർത്തകൾ വരുന്ന നാടാണ്. അത് വായിച്ചിട്ട് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയില്ലെങ്കിൽ, പണ്ടത്തെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കാക്കയെ ശബ്ദിച്ച കഥ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ കാക്കയെ ശബ്ദിച്ചതല്ല, ഏതോ ഒരു ചെറിയ ഒരു കാര്യത്തെ ഒരാൾ കാക്കയെ ശബ്ദിച്ചു എന്ന് പറയുന്നത് പോലെ വാർത്തകൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ പലപ്പോഴും പ്രവർത്തിക്കും. പത്തനാപുരം സെന്റ് സ്റ്റീവൻ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദേറ സെക്രട്ടറി റവറൻ ഫാദർ KV പോൾ അധ്യക്ഷത വഹിച്ചു. ഈ നാട്ടിലെ അതുപോലെ തന്നെ വിദേശത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളെ നമ്മളിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഈ പത്ര പ്രവർത്തനം ഉദ്ദേശിച്ച് അത് ആ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നതിൽ പ്രത്യേകമായ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളെ തീർച്ചയായും വായനാശീലം വളർത്തുവാൻ പത്രം വായിക്കുകയും അതുപോലെ തന്നെ അറിവ് നിങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രയോജനകരമായ അനുഭവമാക്കി തീർക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായി ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ്, പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനു ദാനിയൽ, സെക്രട്ടറി I അബ്ദുൽ സലാം, സ്കൂൾ ഹെഡ് മാസ്റ്റർ അലക്സ് ദാനിയൽ, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ സാംജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയിലെ 10 ഏക്കർ വാർഡിലെ ചുളയിൽ ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭ ചെയർമാൻ M. A. രാജഗോപാൽ പൈപ്പ് ലൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുനലൂർ നഗരസഭയിലെ 10 ഏക്കർ വാർഡിലെ ചൂളയിലാണ് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് 18 കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നം നഗരസഭ പരിഹരിച്ചത്. പുതുതായി സ്ഥാപിച്ച പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ M. A. രാജഗോപാൽ നിർവഹിച്ചു. ഒരുപക്ഷെ ഈ പട്ടണത്തിന്റെ നടുക്കൊരു തുരുത്തുപോലെ ഒറ്റപ്പെട്ട് കിടന്ന ഒരു പ്രദേശമാണ് നിങ്ങളുടെ ഈ മേഖല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു നിങ്ങളുടെ കുടിവെള്ള പ്രശ്നം. കാര്യം ഒരു പുതിയ തലമുറയിൽ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെങ്കിൽ കുടിവെള്ളം ആഹാരമൊക്കെ മലിനമുക്തമായി ഇരിക്കണം. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ ശ്രീ ശിവൻപിള്ളയോട് നമ്മൾ കൂടി പറഞ്ഞിട്ടാണ് ആദ്യം ഇവിടെ ഒരു കിണർ കുഴിക്കുന്നത്. അത് വളരെ നല്ലൊരു നാടിന് ഒരു ഭരണ സംവിധാനമായാലും രാഷ്ട്രീയ പാർട്ടികളായാലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അതൊരു കിണർ നമുക്കിപ്പോ വെള്ളം എടുക്കാൻ വേണ്ടി ശ്രീ ശിവൻപിള്ള എന്നുള്ള അനുവാദമൊക്കെ തന്നു. ഇപ്പൊ നമ്മൾ അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ മുനിസിപ്പാലിറ്റി പൈസ അടച്ച് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഒരു പൈപ്പ് ലൈൻ വലിച്ച് ഇവിടെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു അടുത്ത ഒരു വരൾച്ചയുടെ കാലമാകുമ്പോഴേക്കും പുനലൂർ കുടിവെള്ള പദ്ധതിയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നുകൂടി വെള്ളം എത്തിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് മുനിസിപ്പൽ കൗൺസിൽ. 10 ഏക്കർ വാർഡ് കൗൺസിലർ ലളിതമ്മ അധ്യക്ഷയായി. DYFI നേതാവ് ഷൈൻ ബാബു, CPM നേതാവ് ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചെറുകിട വ്യവസായ സംരംഭകർക്ക് മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ പലിശരഹിത വായ്പ നൽകുമെന്ന് NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R. ബാലകൃഷ്ണപിള്ള. പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയുടെയും പഠനം മുടങ്ങാൻ അനുവദിക്കുകയില്ലെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുന്നത് ഇപ്പൊ നന്നായിട്ടുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്കാണ് 14ാം ക്ലാസ്സിൽ 95% അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. CBSE പഠിച്ച കുട്ടികൾക്കാണ് പല PSC സെലക്ഷനുകളിലും അഡ്മിഷൻ കിട്ടാത്തത്. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവർക്കാണ് കിട്ടുന്നത്. നമ്മുടെ ഇപ്പൊ IAS വന്ന പലരും സ്റ്റേറ്റ് സിലബസ് പഠിച്ചവരാണ്. യോഗം NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ചെയർമാനുമായ R. ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് MB ഗോപിനാഥപിള്ള സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ യൂണിയൻ ഭരണസമിതി അംഗം K. മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ സുരേന്ദ്രൻ നായർ, കുട്ടൻപിള്ള, J. രാധാകൃഷ്ണപിള്ള, മോഹനൻപിള്ള, ജയകുമാരി, ഉഷാകുമാരി, G. അനിൽകുമാർ, വിജയകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിദ്യാരംഗം കലാസാഹിത്യവേദിയും ലോഗോസ് ബുക്സും സംയുക്തമായി പുസ്തകോത്സവം സംഘടിപ്പിച്ചു. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പുസ്തകോത്സവം നഗരസഭാ ചെയർമാൻ M. A. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഭൗതികമായ ധാരാളം നേട്ടങ്ങൾ ആർജിച്ച് വെച്ചടി മുന്നോട്ട് പോയി
ധാരാളം പെൺകുട്ടികളുടെ വിവാഹമൊക്കെ മുടക്കിയ ചൊവ്വ വരെ കീഴടക്കി മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. ഇനി മനുഷ്യൻ ജീവിക്കണമെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ തേടി പോകേണ്ട ഒരവസ്ഥയിലാണ്. അപ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനിടയിൽ നാം ആർജിച്ച അറിവുകളും നാം നേടിയ നേട്ടങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു വൈവിധ്യമുള്ളത് ഇന്ന് മാനവരാശി അല്ലെങ്കിൽ ഇന്ന് ഭൂമി അഭിമുഖീകരിക്കുന്ന മിക്കവാറും എല്ലാ എൻ അശോകൻ ചടങ്ങിൽ അധ്യക്ഷനായി. ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു പുസ്തക പ്രകാശനം നിർവഹിച്ചു. NR സുരേഷ് ബാബുവിൻ്റെ പുഴയുടെ വേരുകൾ, വിമലകുമാരിയുടെ ഓർമ്മയിൽ മുളയ്ക്കുന്ന വിത്തുകൾ എന്നീ പുസ്തകങ്ങളാണ് ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ NR ലാലിനെ ചടങ്ങിൽ അനുമോദിച്ചു. അധ്യാപക അവാർഡ് ജേതാവ് പ്രദീപ് കണ്ണങ്കോട്, കൊണ്ടൂർ തഹസിൽദാർ B ശശികുമാർ, TH ഫൈസൽ, NR സുരേഷ് ബാബു, വിമലകുമാരി, അജിത് കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. SBT ബാങ്കിന് സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. JS ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഫോൺ 0475227711. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. വ്യാരിവെയർ, സാൻസിറ, ജോൺസൺ, ലെഡ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഇടമൺ എന്ന സ്ഥലത്തിന്റെ പേര് എടമൺ എന്നാക്കണമെന്ന ആവശ്യമായി സ്ഥലനാമ നിർണയ സമിതി രംഗത്ത്. പ്രദേശവാസികൾ ചേർന്നാണ് ഇവിടെ സ്ഥലനാമ നിർണയ സമിതി രൂപീകരിച്ചത്. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L ഗോപിനാഥപിള്ള ചെയർമാനായും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT ഫിലിപ്പ് കൺവീനറായുമാണ് സ്ഥലനാമ നിർണയ സമിതി രൂപീകരിച്ചത്. തെന്മലയ്ക്കും പുനലൂരിനും ഇടയിലുള്ള ഇടമൺ എന്ന സ്ഥലം എടമൺ എന്നാക്കണമെന്നാണ് സ്ഥലനാമ നിർണയ സമിതിയുടെ ആവശ്യം. റെയിൽവേയുടെ ഔദ്യോഗിക രേഖകളിലെല്ലാം എടമൺ എന്നാണത്രേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 50 വർഷമായി പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് ആധികാരിക രേഖകളിലെല്ലാം ഇടമൺ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മറ്റൊരു ഇടമൺ ഉണ്ടെന്നും പിൻകോഡ് ഇല്ലാതെയുള്ള പോസ്റ്റലരിപ്പടികൾ അങ്ങോട്ട് പോകുന്നത് സർവ്വസാധാരണമാണെന്നാണ് സ്ഥലനാമ നിർണയ സമിതിയുടെ ആരോപണം. റെയിൽവേ ടിക്കറ്റിലും മറ്റും രേഖപ്പെടുത്തുന്നതും എടമൺ എന്ന് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന നെയിം ബോർഡിൽ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയിരിക്കുന്നതും എടമൺ എന്ന് തന്നെ. ഈ സാഹചര്യത്തിൽ സ്ഥലത്തിന് എടമൺ എന്ന പേര് അംഗീകരിക്കണമെന്നാണ് സ്ഥലനാമ നിർണയ സമിതിയുടെ ആവശ്യം. റെയിൽവേ സ്റ്റേഷനിലും സമീപ പ്രദേശങ്ങളിലും എടമൺ എന്നാണ് റെയിൽവേ ബോർഡ് എഴുതി വച്ചിരിക്കുന്നത്, അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ EDAMAON ഇടമൺ എന്നും EDAMANN എന്നും IDAMON ഇടമൺ എന്നും പലതരത്തിലാണ് ഇപ്പോൾ വിളിക്കുകയും എഴുതുകയും പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നത്. തന്മൂലം വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. റെയിൽവേ സംബന്ധിച്ചിടത്തോളം അവർക്ക് എടമൺ EDAMANN ആണ്. അത് ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെയാണ് അവർ എഴുതുകയും വിളിക്കുകയും ചെയ്യുന്നത്. അവരുടെ റെയിൽവേ അറിയിപ്പുകളെല്ലാം എടമൺ ഗുരുവായൂർ ഫാസ്റ്റ് പാസഞ്ചർ എന്നാണ്. ടിക്കറ്റും അങ്ങനെയാണ് അറിയപ്പെടുന്നത്.
അതോടൊപ്പം തന്നെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്ത് മറ്റൊരു ഇടമണ്ണുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ റെയിൽവേയും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും ഈ പ്രദേശത്ത് നിന്ന് ഈ പേരിൻ്റെ വ്യത്യാസം മൂലം അതോടൊപ്പം തന്നെ ജനങ്ങളും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഏകീകരിച്ച് ഒന്നിച്ച് ഒരു പേര് റെയിൽവേയും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും ജനങ്ങളും എല്ലാം കൂടെ സ്വീകരിക്കുകയാണെങ്കിൽ ഭാവിയിൽ അത് ബുദ്ധിമുട്ടില്ലാതെ പോകും. ലൈവ് വാർത്ത പുനലൂർ. പാമ്പ് വളർത്തൽ കേന്ദ്രമായി പത്തനാപുരത്തെ പോലീസ് ക്വാർട്ടേഴ്സുകൾ ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. വനിതാ പോലീസുകാരുൾപ്പെടെ 50-ലധികം പേർ ജോലി ചെയ്യുന്ന പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ ക്വാർട്ടേഴ്സുകൾ ചോർന്നൊലിച്ച് നിലംപതിക്കാറായ അവസ്ഥയിലാണ്. നിരവധി പോലീസ് കുടുംബങ്ങൾ പാർത്തിരുന്ന ഇവിടെ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കാരണം ആരും താമസിക്കുന്നില്ല. 100 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടങ്ങൾ ഭിത്തികളും മേൽക്കൂരയും തകർന്നതിനൊപ്പം തടികളിൽ നിർമ്മിച്ച കതകുകളും ജനലുകളും നശിച്ച നിലയിലാണ്. നിലവിൽ ആരും താമസമില്ലാതെ പരിസരം കാടുമൂടി ഇഴജന്തുക്കളുടെ വിഹാരകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. രാത്രികാലങ്ങളിലും മറ്റും ജോലി നോക്കിയ ശേഷം അടുത്ത ഡ്യൂട്ടി സമയത്തെത്താനും പോലീസുകാർ ബുദ്ധിമുട്ടുകയാണ്. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചപ്പോൾ SI ഉൾപ്പെടെയുള്ളവർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. നിലവിലുള്ള ക്വാർട്ടേഴ്സുകളിൽ ഒന്നിലാണ് CI ഓഫീസ് പ്രവർത്തിക്കുന്നതും. പോലീസ് സ്റ്റേഷനോട് ചേർന്ന് CIക്കും SIക്കും ലക്ഷങ്ങൾ ചിലവഴിച്ച് ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചപ്പോഴും പഴയ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇനിയും അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 5ാമത് വാർഷികവും മെറിറ്റ് അവാർഡ് വിതരണവും ജൂലൈ 11 നടക്കുമെന്ന് ബാങ്ക് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർഷികാഘോഷം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. A+ SSLCക്കും +2 A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ്, അവർക്ക് മെമ്മൻഡോ, എക്സലൻസ് സർട്ടിഫിക്കറ്റ്, കഴിഞ്ഞ തവണ വരെ ക്യാഷ് അവാർഡ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊടുക്കുകയും അവർക്കൊരു പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് നടത്തി വരുന്നത്. എല്ലാ വർഷവും വിശിഷ്ടാതിഥികളാണ് പങ്കെടുക്കുന്നത്, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയ ആളുകൾ. ഈ വർഷം ഈ ചടങ്ങ് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പുനലൂർ MLA കൂടിയായ വനം വകുപ്പ് മന്ത്രി ശ്രീ K. രാജുവാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. നമ്മുടെ കൊല്ലത്തിൻ്റെ MP ശ്രീ പ്രേമചന്ദ്രൻ ഈ ചടങ്ങിലെ മുഖ്യാതിഥിയായി. ഉച്ച കഴിഞ്ഞ് 3-ന് പുനലൂർ രാജരോഹിണി ഓഡിറ്റോറിയത്തിൽ ചേരുന്ന വാർഷികാഘോഷം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജു ചടങ്ങിൽ അധ്യക്ഷനാകും. ബാങ്ക് പ്രസിഡന്റ് ഭാരതീപുരം ശശി സ്വാഗതം ആശംസിക്കും. സെക്രട്ടറി V. വിഷ്ണു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. NK പ്രേമചന്ദ്രൻ MP മെരിറ്റ് അവാർഡുകൾ വിതരണം ചെയ്യും. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, മുൻ MLA പുനലൂർ മധു, KPCC എക്സിക്യൂട്ടീവ് അംഗം S. താജുദ്ദീൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. രാധാമണി, CPM ഏരിയ സെക്രട്ടറി S. ബിജു, AS ഷീബ BV, T. സ്റ്റീഫൻ, കൈപ്പള്ളിൽ മാധവൻകുട്ടി, നെൽസൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 153 വിദ്യാർത്ഥികൾക്ക് മെരിറ്റ് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ഭാരതീപുരം ശശി, വൈസ് പ്രസിഡന്റ് നെൽസൺ സെബാസ്റ്റ്യൻ, ഷാജി പാലത്ര, ചന്ദ്രശേഖരൻ നായർ, പ്രസന്നകുമാരി, രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള രക്തദാന സംഘടനയുടെയും പുനലൂർ പോളിടെക്നിക് NSS യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനലൂർ പോളിടെക്നിക് കോളേജിൽ നടന്ന രക്തദാന ക്യാമ്പ് സാമൂഹ്യ പ്രവർത്തകൻ A. മുരുകൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ A. മുരുകൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിന് വളരെ ആവശ്യമായ ഒരു പ്രക്രിയയാണ് രക്തദാനം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒട്ടനവധി അപകടങ്ങളും അസുഖങ്ങളുമെല്ലാം പിടിമുറുക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രക്തദാനം എന്നത് മഹത്തായ ഒരു പ്രവർത്തനമാണ്. ഈ മഹത്തായ പ്രവർത്തനത്തിൽ കൂടുതൽ പേരെ പങ്കാളികളാക്കുക എന്നുള്ള സമഗ്രമായ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 60% പേര് രക്തദാനത്തിൽ ആകർഷകരല്ല എന്നുള്ള നഗ്നസത്യം കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ക്യാമ്പിൽ ഡോക്ടർ ആൻമേരി രക്തദാനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. ഷിബിൻ, പ്രശാന്ത്, ശരത് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആഗോളതാപനത്തിനെതിരെ പരിസ്ഥിതി സംരക്ഷണ മുദ്രാവാക്യവുമായി റോട്ടറി ഇന്റർനാഷണൽ രംഗത്ത്. ആരാധനാലയങ്ങളിൽ മതനിരപേക്ഷതയുടെ സന്ദേശമുയർത്തി റോട്ടറി ക്ലബ്ബുകൾ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ലോകത്താകമാനം വളർന്നുവരുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഈ വർഷം നടപ്പാക്കുന്ന വൃക്ഷത്തൈ നടീലിന്റെ പ്രവർത്തനങ്ങൾക്ക് പത്തനാപുരം കവലയിൽ ക്ഷേത്രത്തിൽ നിന്നും തുടക്കമായി. ക്ഷേത്ര ഭാരവാഹികൾക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തുകൊണ്ടാണ്
റോട്ടറി പ്രസിഡന്റ് ജോൺസൺ കെ സക്കറിയ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചത്. റോട്ടറി ക്ലബ്ബ് ഈ വർഷം റോട്ടറി ഡിസ്ട്രിക്റ്റ് 3211, അതായത് പാറശാല മുതൽ അരൂർ വരെ നീണ്ടു കിടക്കുന്ന ഒരു ഭൂവിസ്തൃതിയുള്ള പ്രദേശമാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. 3211-ൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. അവിടെ 1,25,000 വൃക്ഷത്തൈകൾ ഈ വർഷം നട്ടുപിടിപ്പിക്കുന്നതിന് ഉള്ള ഉദ്യമമാണ് റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പത്തനാപുരം റോട്ടറി ക്ലബ്ബ് 1250ഓളം തൈകൾ വിതരണം ചെയ്യുന്നു. അത് ഞങ്ങൾ കൂടി ആലോചിച്ചപ്പോൾ ശരിയായ തരത്തിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കുവാനായിട്ട് ഞങ്ങൾ ആലോചിച്ചു. നടപ്പാക്കുന്നതിൻ്റെ പ്രയോജനം കിട്ടണമെന്നുള്ളതുകൊണ്ട് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇത് നൽകുവാനായിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കവലയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഈ തൈ അമ്പലത്തിലെ ഭാരവാഹിക്ക് കൈമാറിക്കൊണ്ട് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ജോജോ കെ എബ്രഹാം മുഖ്യ സന്ദേശം നൽകി. ഓരോ മരവും ഓരോ ജീവനെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് മരങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് ഒരു തിരിച്ചറിവ് സമകാലീന ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. ആ തിരിച്ചറിവിൽ നിന്നുമാണ് ഈ ഒരു സംരംഭത്തിലേക്ക് നമ്മളെല്ലാവരും കൂടെ കൂട്ടായിട്ട് യത്നിച്ച് ഇറങ്ങുന്നത്. അതിൻ്റെ പ്രതിഫലം ഈ തലമുറയിൽ ഒരുപക്ഷെ നമുക്ക് ദൃശ്യമായില്ലെങ്കിലും ഭൂമിയുടെ നിലനിൽപ്പിന് നമ്മളാൽ കഴിയും വിധം ഒരു ചെറിയ കൈത്താണ്. ഒരു മരം പോലും നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു വലിയ ചിന്തയിൽ നിന്നുമാണ് നമ്മൾ ആരാധനാലയങ്ങൾ വഴി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അപ്പോൾ അതിൻ്റെ ഒരു പരിശുദ്ധിയും അതിൻ്റെ ഒരു പവിത്രതയും കാത്തു സൂക്ഷിക്കുന്നതിന് എല്ലാവർക്കും കഴിയട്ടെ. റോട്ടറി ഭാരവാഹികളായ അനിയൻ തോമസ്, ട്രഷറർ ആദർശ്, ബിനു BR, പോൾ വി ജോർജ്, രാജൻ വർഗീസ്, ജോജി മാത്യു ജോർജ്, കെ ബേബി എന്നിവർ നേതൃത്വം നൽകി. പത്തനാപുരം കവലയിൽ ഭഗവതി ക്ഷേത്രം, മഠത്തിൽ ദുർഗാദേവി ക്ഷേത്രം, ടൗൺ മുസ്ലിം ജമായത്ത്, മാർ ലാസറസ് ഓർത്തഡോക്സ് പള്ളി, സെൻറ്റ് സേവിയേഴ്സ് മലങ്കര കത്തോലിക്ക പള്ളി, ഇമ്മാനുവൽ മർത്തോമ പള്ളി, കടക്കാമൺ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി എന്നിവിടങ്ങളിലാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. വിവിധ ജാതിമത വിഭാഗങ്ങളിലെ ആരാധനാലയങ്ങളുടെ ഭാരവാഹികൾക്കും വിശ്വാസികൾക്കുമായി 20,000-ഓളം ഗുണമേന്മയുള്ള വൃക്ഷത്തൈകളാണ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. പുനലൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ മെല്ലെപ്പോക്കിനെതിരെ സമരം ശക്തമാക്കി കോൺഗ്രസ്. സ്ഥലം MLA കൂടിയായ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിനെതിരെ രൂക്ഷ വിമർശനം. കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും നടത്തി. ചെറുകിട വ്യവസായ സംരംഭകർക്ക് മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ പലിശരഹിത വായ്പ നൽകുമെന്ന് കോർപ്പറേഷൻ ചെയർമാൻ R. ബാലകൃഷ്ണപിള്ള. പണം ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയുടെയും പഠനം മുടങ്ങാൻ പാടില്ലെന്നും പിള്ള. ശോച്യാവസ്ഥയിൽ പത്തനാപുരം പോലീസ് ക്വാർട്ടേഴ്സുകൾ. പരിസരം പാമ്പ് വളർത്തൽ കേന്ദ്രമാകുന്നു. ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾ ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ,
പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരും. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്,